ഓണക്കാലം വീണ്ടും വന്നെത്തി, അത്തവും തുടങ്ങി. അപ്പോൾ എല്ലാവരും പൂക്കളമൊക്കെ ഇടാൻ തുടങ്ങി. അപ്പം നമുക്കിന്ന് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓണക്കാലത്തേക്കിന് പറ്റിയൊരു ഡിഷ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ഇലയിലൊക്കെ ഉണ്ടാക്കുന്നത്, ശർക്കരയുടെ മണമൊക്കെ ഉള്ള ഭയങ്കര നമുക്ക് നമ്മുടെ അത് ചുടുമ്പോൾ തന്നെയുള്ള മണം നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതിൻ്റെ നറുമണം. ഓട്ടടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ്. നമ്മൾ ഗോതമ്പ് വെച്ചിട്ടാണ് ഓട്ടട ചുടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹെൽത്തി വൈസ് അത് കുറച്ച് നല്ലതാണ്. ഞാനിപ്പോൾ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ശർക്കരയും തേങ്ങയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴമോ ഒക്കെയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമ്മുടെ ട്രഡീഷണൽ ഡിഷിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഓട്ടട ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: ഗോതമ്പ് പൊടി 1 കപ്പ്, നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, തണുത്ത വെള്ളം തന്നെ എടുത്തിരിക്കുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഫില്ലിങ്ങിന് വേണ്ട തേങ്ങ. ഞാനിത് 1 കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത്, ശർക്കര 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്, പൊടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ 4 ഏലയ്ക്ക പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേണ്ട ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മൾ വെള്ളം കുറേശ്ശെയായിട്ട് ചേർക്കണം. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മാവ് കുഴയ്ക്കാൻ വെള്ളം ഒഴിക്കുമ്പം കുറച്ച് ഇത് ഒഴിക്കാവുള്ളൂ. അല്ല പെട്ടെന്ന് ഒഴിക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. അതുകൊണ്ട് വളരെ സ്ലോലി ഒഴിക്കുക. ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. നമുക്കിനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്ന് മിക്സ് ചെയ്യാം. ക്ലീൻ ആയിട്ടുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങളിങ്ങനെ പൊടിച്ചെടുക്കാവുള്ളൂ. ശർക്കരയുടെ അകത്ത് കല്ലും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം, അതിലെ വെള്ളമായി ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കാം. ഇനി നമുക്ക് പരത്താൻ തുടങ്ങാം. നമ്മുടെ ഇല കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ 2 അപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പരത്താൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ തൊടണം. എന്നിട്ട് കുറച്ച് മാവ് എടുത്ത് പരത്താനായിട്ട് വയ്ക്കണം. നല്ല തിന്നായിട്ടങ്ങ് പരത്തണം. എത്ര തിന്നായിട്ട് പരത്താവോ അത്രയും തിന്നായിട്ട് പരത്തണം. ഇടയ്ക്ക് വെള്ളം തൊടണമെങ്കിൽ ഒന്നുകൂടെ തൊട്ടിട്ട് ചെയ്യാം. കഴിവതും വെള്ളം തൊടാതിരിക്കുക. ഇനി നമുക്ക് ഫില്ലിങ് വയ്ക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് വേണ്ടത്ര ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിങ്ങനെ ഇലയൊന്ന് മടക്കി കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അടയെല്ലാം പരത്തിയിട്ടിട്ട് നമുക്കിനി ഇത് ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിത് കാസ്റ്റ് അയൺ തവയിലുണ്ടാക്കുക ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മൺചട്ടി അല്ലെങ്കിൽ ഓടിൻ്റെ പാത്രം അതിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഓടിൻ്റെ ചട്ടി പോലുള്ള അതിൻ്റെ അത് എന്നിട്ട് അടച്ചു വെച്ചിട്ടൊക്കെ ആയിരുന്നു. ഇപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ട് പൊരിഞ്ഞൊക്കെ വരുന്നുണ്ട്. നമുക്ക് അപ്പോൾ പാൻ്റെ അകത്തിപ്പോൾ ഉണ്ടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമൊന്നും ഇടണ്ട, ചെറുതിൽ ചുട്ടെടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നമുക്കിത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ്. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം പെട്ടെന്ന് വൈകുന്നേരം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. കൂടാതെ നമ്മൾ ആദ്യം കുക്കിംഗ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാരാദ്യം ഈസി ആയിട്ട് ഏൽപ്പിക്കാൻ ധൈര്യമായിട്ട് തരുന്ന പലഹാരങ്ങളൊക്കെ ഇതിന്. മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെയൊക്കെ കുറച്ച് പച്ചക്കളർ ബാക്കിയുണ്ട്. ഒന്നുകൂടെ മറിച്ചിടുന്നത് നല്ലതാണ്. നന്നായിട്ട് മറിച്ചിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം, ചെറിയ തീ കിടന്നു. അപ്പോഴാണ് ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഹെൽത്തിയാണ്. ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊക്കെ ഇത് വൈകുന്നേരം വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ്. ഇല ഇതേന്ന് നമ്മുടെ അടയിൽ നിന്ന് ഇല ഇങ്ങനെ വിട്ട് പൊങ്ങി വരണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് മൂപ്പാവുന്നത്. ഈ വശം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടാവില്ല, വിട്ട് വന്നു ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൂപ്പിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആവും.
ഇതിപ്പോൾ നല്ല മയത്തിലാണ് ഇങ്ങനെ അകം വെന്തിട്ടുമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മൂപ്പിക്കുക. നമുക്കിനി ഇതെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇലയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ ഈ പാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് ഇത് പരത്തുക, മാവ് പരത്തുക. എന്നിട്ട് ഫില്ലിങ് വെച്ച് പതുക്കെ തിരിച്ചൊന്ന് അടച്ച് വയ്ക്കുക. ഇപ്പുറത്തെ വശത്തുനിന്ന് മാവ് ഏതെങ്കിലും വശത്തുനിന്ന് മാവ് തിരിച്ച് കൊണ്ടുവന്ന് ഇങ്ങോട്ട് അടച്ച് വയ്ക്കുക. സ്ക്വയർ പോലെ പരത്തിയിട്ടോ അല്ല വട്ടം പോലെ പരത്തിയിട്ടോ ആ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് കവർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇലയില്ലെങ്കിലും അട ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അകത്ത് നല്ല ഫില്ലിങ്ങും എല്ലാം ആയിട്ട് അടിപൊളി, സൂപ്പർ. നമ്മൾ റെസിപ്പിയൊക്കെ എല്ലാവരും കണ്ടല്ലോ. നമ്മൾ അട പൊള്ളിക്കുന്നത് എപ്പോഴും ചെറു തീയിലിട്ടിട്ട് വേണം. അപ്പോൾ നമ്മൾ ഭയങ്കര തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേഗം അങ്ങ് പുറം ഭയങ്കര പെട്ടെന്ന് അങ്ങ് കരിയുകയും ചെയ്യും. അകം അങ്ങ് മുക്കാതിരിക്കും, അകം വേകാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു സിം ഫയറിൽ ഇട്ട് കഴിഞ്ഞാൽ, ചെറുതീയിലിട്ട് കഴിഞ്ഞാൽ എല്ലാം ഈവനായിട്ട് കുക്ക് ചെയ്യും. പിന്നെ അതുകൂടാതെ നമ്മൾ അടച്ചു വെക്കുന്നത് നല്ല വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ നല്ല. ശർക്കരയ്ക്ക് വെള്ളം, നിങ്ങൾ വെള്ളം ഒഴിച്ചുണ്ടാക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് വരിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് അകത്തോട്ട് വെളിയിലോട്ട് ഇങ്ങനെ ലീക്കായി വരും. ചിലപ്പോൾ നമ്മൾ മൂപ്പിക്കുന്നതിൻ്റെ കണക്കാണെങ്കിലും നമ്മൾ ഇപ്പം ഞാൻ കുറച്ച് മൂപ്പിക്കൽ കുറച്ചാണ്. അതിൻ്റെ ഒരുപാട് കട്ട് ചെയ്യാൻ എനിക്കിഷ്ടമില്ല. കട്ട് ചെയ്യാൻ പിള്ളേർക്കൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ കട്ട് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അപ്പം റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.